കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയിറങ്ങും മുമ്പേ അയാൾ നിരാശനായിരുന്നു. 24 വർഷം രാജ്യം കാത്ത് നാട്ടിൽ തിരിച്ചെത്തുന്ന ജവാനെ ആര് ശ്രദ്ധിക്കാൻ? ലീവിന് വരുമ്പോൾ കയ്യിലുള്ള മദ്യക്കുപ്പികൾക്ക് വേണ്ടി മാത്രം ചിരിക്കുന്നവർ. 24 വർഷത്തെ നാടുമായുള്ള അകൽച്ച, ഭാവി എന്താകും? ചിന്തിച്ചിരിക്കെ ചക്രങ്ങൾ ചിൽക്കാരമടിച്ച് വണ്ടി നിന്നു. തല പുറത്തേക്കിട്ടു. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പടം പതിച്ച ബോർഡുമായി ആരവ് മുഴക്കി തൻ്റെ കൂട്ടുകാർ തന്നെ സ്വീകരിക്കാൻ. പിന്നെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ആലിംഗനം, കരഘോഷം, സ്നേഹം പങ്കിടൽ. ഫോർ മദ്രാസ് WLAയുടെ കൂട്ടുകാർ പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. പിരിഞ്ഞു വരുന്ന ജവാന്മാർക്ക് സ്വീകരണം. ഒരു കായിക ലോകം വാർത്തെടുക്കാനുള്ള നൂതന സംരംഭം. ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ബാഡ്മിൻ്റൺ തുടങ്ങി എല്ലാ ഗെയിമുകൾക്കും ആധുനിക രീതിയിലുള്ള പരിശീലനം. കുറുമുണ്ടയിൽ സ്പോർട്സ് ഹബ്, വെള്ളരിയാനം, കുറ്റൂർ. 9447021364. നാട്ടിൽ പട്ടുകൊത്തും ഉജ്ജ്വല സ്വീകരണം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും സ്ഥലത്തെത്തി. കൂട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം തന്നെ. പൂമാലയും ഏന്തി സൈനികൻ ഹവിൽദാർ മനോജ് കുമാർ TVക്ക് അക്ഷരാർത്ഥത്തിൽ സ്നേഹോഷ്മള സ്വീകരണം നൽകി. ക്യാപ്റ്റൻ അശോക് കുമാറിൻ്റെ അധ്യക്ഷതയിൽ മോഹൻദാസ് കോഴിക്കോട് സ്വാഗതം പറഞ്ഞു. സുജപ്രകാശ് ബാലുശ്ശേരി നന്ദിയും പറഞ്ഞു. സ്വീകരണ ചടങ്ങ് പട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. മെമ്പർ അജിത്ത്, പ്രദീപ് വടകര, ഹരീന്ദ്രൻ പയ്യന്നൂർ, സുനീഷ് കോഴിക്കോട്, സംഗീത് കൊയിലാണ്ടി, ശ്രീനിവാസൻ ഏഴിലോട്, സന്തോഷ് കേശവൻ, രതീഷ് കൊയാടൻ, ക്യാപ്റ്റൻ ശ്രീധരൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. പണ്ട് കാലങ്ങളിലെല്ലാം യുദ്ധം വരുന്ന സമയത്താണ് ഇൻഫൻട്രി ബറ്റാലിയനും എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരുന്ന യുദ്ധത്തിന് ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് കഥ മാറി. ഇന്ന് വന്നിട്ട് നിങ്ങൾക്കറിയാം, ജമ്മു കാശ്മീരിൽ പ്രശ്നം, നോർത്ത് ഈസ്റ്റിൽ പ്രശ്നം, ഇതെല്ലാം ഞങ്ങൾ ചെയ്ത ഒരു ഹവിൽദാർ അവർ സ്വന്തം കുടുംബമായിട്ട് ചേരാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു റീസെറ്റിലായി നല്ലൊരു ജോലിയിൽ ഏർപ്പെട്ട് ഇനിയും ആരും അറിയില്ല. കാരണം ലീവ് കഴിഞ്ഞ് വരികയാണോ, അവർ പെൻഷൻ വരികയാണോ എന്നുള്ള ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളത് ചേർന്നുകൊണ്ട് ഇന്ന് നമ്മളിവിടെ അവരെ സ്വീകരിക്കുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. മുമ്പ് കാലത്ത് നമ്മളെ ഒരു പട്ടാള പെൻഷൻ വന്നതാണോന്ന് അറിയില്ല. ഉദാഹരണമായിട്ട് ഒരാൾ എന്നോട് ചോദിച്ച കാര്യമാണ്, ബാങ്ക് എംപ്ലോയീസ്, സ്കൂളിലെ അധ്യാപകന്മാർ എല്ലാവരും ഓരോ സെൻറ് ഓഫ് പാർട്ടി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വലിയ അതിഗംഭീരമായിട്ട് അവരെ ഓഫീസിൽ ഒരു സ്വീകരണം നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ മലബാർ കൂട്ടായ്മ ഞങ്ങളതിനും ഈ ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒരു ജോലി എന്ന സ്ഥിതിയാണ് നമ്മൾ പട്ടാളത്തിൽ ചേരുന്നത്. സൈനിക പരിശീലനത്തിന് ശേഷം നമുക്ക് ഉണ്ടാകുന്ന വയസ്സ് ഒന്നുകിൽ 18, 19 അല്ലെങ്കിൽ 20. ഈ വയസ്സിനുള്ളിൽ നമ്മുടെ മാതൃരാജ്യമായ
മാതൃരാജ്യം നമ്മുടെ ചുമലിൽ ഏറ്റവും വലിയ ഒരു ദൗത്യം ഏർപ്പെടുത്തുകയാണ്. നമ്മുടെ മാതൃരാജ്യത്തെ കാത്തുരക്ഷിക്കുക എന്നത്. ആ ഒരു ഉന്നത ദൗത്യവുമായാണ് പിന്നെ ഒരു ജവാൻ്റെ ബാക്കിയുള്ള സർവീസുകൾ മുന്നോട്ട് പോകുന്നത്. നമുക്കിന്നറിയാം, ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടത്തുന്ന പല ഭീകര പ്രവർത്തനത്തിലും നമ്മുടെ ശത്രുരാജ്യങ്ങളായ അയൽ രാജ്യങ്ങളും അവരുടെയും മുന്നിൽ നെഞ്ചു നിവർത്തി നമ്മൾ സൈനികർ ഒരേ ഒരു വാഗ്ദാനമാണ് ചെയ്യുന്നത്: നമ്മുടെ ജീവൻ ഈ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ കഴിഞ്ഞാലും നമ്മുടെ മാതൃരാജ്യത്തെ ആർക്കും വിട്ടുകൊടുക്കില്ല. നമ്മുടെ നാട്ടിൽ നേരത്തെ ആരും തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അത് ഇപ്പം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ ഒരു ജവാൻ തിരിച്ചു വരുമ്പോൾ അവർ സേവനം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ അവർ ലീവിലേക്ക് വരുന്നതോ അവരെത്ര വർഷം സേവനം ചെയ്തിരുന്നു എന്ന് പോലും ആരും അറിയാത്തൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടായത്. മുതൽ കാസർഗോഡ് വരെയുള്ള ജവാന്മാരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ നമ്മുടെ നാടോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ബോധം അവരിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് വളർത്തിയെടുക്കുന്നതിന് ഒരു പരിധിവരെ നമുക്ക് ഇത്തരം ഈ പരിപാടികൾ പങ്കെടുക്കുന്ന ആളുകളിലേക്ക് അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും വലിയൊരു സംഭാവന അല്ലെങ്കിൽ ഒരു സംഭാവന തന്നെയാണ് നമ്മുടെ നാട്. രാജ്യസേവനത്തിനു വേണ്ടി നീക്കിവെച്ച് ജീവിതം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളെ മുൻനിർത്തി പട്ടാളത്തിലോട്ട് പോയ ഒരാളാണ് മകൻ. ഒരിക്കലും ഒരു രാജ്യസ്നേഹം എന്നുള്ളത് കൊണ്ടോ അതെന്താണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അഭിനിവേശമുള്ളിലുണ്ടായത് കൊണ്ടോ എത്തിപ്പെട്ടതായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്ന് പട്ടുവത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക സ്ഥിതി അത്തരത്തിലായിരുന്നു. അദ്ദേഹത്തെ അങ്ങനെ മാറ്റിമറിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടുന്ന ശിക്ഷണമാണ്, ട്രെയിനിങ്ങാണ്. എൻജോയ് ചെയ്യുക, ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ, ഈ ജീവിതവുമായി കോംപ്രമൈസ് ചെയ്യാതെ ഈ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷങ്ങളെയും. പട്ടാളക്കാർ എല്ലാവരും റിട്ടയർഡായി വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിച്ച് അവരെ കൂടെ നമ്മളുണ്ട്. റിട്ടയർഡിന് ശേഷം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ തനിച്ചാണ് നാട്ടിലെന്നാണ്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളവരെ കൂടെയുണ്ട് എന്നുള്ളൊരു ആശയം അവരെ മാറ്റിയെടുക്കുക. അവരെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം പിന്നെയും നമ്മൾ അവരെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അവർ ഏത് കാര്യത്തിനും വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അവരെ കൂടെ പറയാനില്ല. ഹൗൾദാർ മനോജ് 24 വർഷം സേവനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ മനോജിനും എൻ്റെ വിനീതമായ നമസ്കാരം. മനോജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മനോജ് എൻ്റെ കൂടെ സർവീസ് ചെയ്തതാണ്. അതുമാത്രമല്ല, ഞങ്ങൾ ഫോർ മദ്രാസിൻ്റെ അണ്ടറിലാണെങ്കിൽ പോലും ഞങ്ങളുടെ സെക്ഷനിൽ തന്നെയാണ്, എൻ്റെ സെക്ഷനിൽ എൻ്റെ കീഴിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് മനോജിനെ പറ്റിയിട്ട് എനിക്ക് നല്ലോണം അറിയാം. സീനിയറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതും സീനിയറുടെ എങ്ങനെയെല്ലാം ബിഹേവിയർ ചെയ്യേണ്ടതും ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല. മാഡത്തിനോട് പറയാനുള്ളതും പിന്നെ വാർഡ് മെമ്പറോടും പറയാനുള്ളത്, ഇത് മലബാർ കൂട്ടായ്മ എന്ന് പറയുന്നത് ഞങ്ങളൊരു പട്ടാളക്കാർ തന്നെയാണ്. ഇത് ഞങ്ങൾ ചെയ്യേണ്ടതല്ല. ഞങ്ങൾ 24 വർഷം ഇപ്പം സർവീസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നാട്ടുകാരായ ഞങ്ങളും ജനപ്രതിനിധികളാണ് ഇത് ചെയ്യേണ്ടത്. വളരെ ത്യാഗപൂർണമായൊരു സർവീസ് കഴിഞ്ഞാണ്, അതും ഇൻഫൻട്രി ബറ്റാലിയനിൽ. നിങ്ങളെല്ലാവരും ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, പട്ടാളം എല്ലാം പട്ടാളമാണ്. എന്നാൽ ഇന്ന് ഇന്ത്യൻ ആർമിയിൽ ഫോർവേഡ് അഡ്വാൻസ് ചെയ്യുന്ന ഇൻഫൻട്രി ബറ്റാലിയൻ്റെ ഒരു റൈഫിൾ വേണ്ടിയിട്ട് ഒരു ജവാനായിരിക്കും ഏറ്റവും മുമ്പിൽ ബൈ ഫോട്ട് നടന്നിട്ട്, അല്ലാതെ വണ്ടിയിലോ ആർമിഡിൻ്റെ ടാങ്കിലോ ബൈ ഹെലികോപ്റ്ററിലോ അല്ല. ബാക്കിയുള്ളവർ ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ട്, അതായത് ഫൈറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ഇൻഫൻട്രിയാണ്, കാലാൾപ്പട. അതിൽ ത്യാഗപൂർണമായ എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഗ്രൗണ്ട് ഒക്യുപ്പൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡ്യൂട്ടിയാണ്. ഇന്ന് എത്രയോ പട്ടാളക്കാർ അവരെ തെറ്റിദ്ധര അവരെ ജോലി ബാക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യാണ്.
ഓർഡിനൻസോ അല്ലെങ്കിൽ സിഗ്നലായാലും ശരി, എൻജിനീയേഴ്സ് ആയാലും ശരി, എല്ലാ ഗ്രൂപ്പും. പക്ഷേ മുൻപന്തിയിൽ ഇൻഫൻട്രിയാണ്. പേരെന്നാമേരെ ജാനകി. എത്ര മക്കളാ? 5 മക്കൾ. മനോജ് മൂത്തതാ? മനോജ് ഇളയ മോനാണ് മനോജ്. ഒരു മൂത്തത് ഒരു മോൻ, നടുക്ക് 3 പെൺകുട്ടികൾ. സന്തോഷമാണല്ലേ? സന്തോഷം. വേദി എനിക്ക് ഒരുക്കി തന്നതിന് നിങ്ങളോട് പറയാൻ എനിക്ക് വാക്കുകളില്ല. നമ്മുടെ വാർഡ് മെമ്പർ പറഞ്ഞ പോലെ രാജ്യ സ്നേഹം എന്തെന്നറിയുന്നതിന് മുന്നേ ഈ രാജ്യത്തിനെ സ്നേഹിക്കാൻ വേണ്ടി, സേവിക്കാൻ വേണ്ടി അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. 1998 മെയ് 15-ാം തീയതിയാണ് ഞാൻ ആർമിയിലേക്ക് സെലക്ഷൻ ആവുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് നിങ്ങളൊക്കെ പറഞ്ഞ പോലെ, ശ്രീധരനൊക്കെ പറഞ്ഞ പോലെ യുദ്ധഭൂമിയിലേക്കാണ്. കാർഗിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് രാജസ്ഥാനിലെ പാകിസ്ഥാൻ്റെ ബോർഡറിലേക്കാണ് ഞാൻ പോയിട്ടുള്ളത്. പട്ടാളത്തിൽ സർവീസ് ചെയ്തൊക്കെ രാജസ്ഥാനിൻ്റെ കൊടും ചൂടും രാത്രി കൊടും തണുപ്പും പകൽ കൊടും ചൂടുമുള്ള ഏരിയയിലേക്കായിരുന്നു എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാൻ പോയത് യുദ്ധം തകർന്ന് തരിപ്പണമാക്കിയ ടൈഗർ ഹില്ലും കാർഗിലും ദ്രാസും ബറ്റാലിക്കും അടക്കമുള്ള ഏരിയകളിലും എനിക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. പട്ടാളം എന്നത് ഒരു ജോലിയല്ല, ഒരു സേവനമാണെന്ന് എനിക്ക് തിരിച്ചറിയുന്നത് അവിടെ ചെയ്യുന്ന ജോലികൾ കണ്ടുവേണം. എല്ലാവരും 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ 24 മണിക്കൂറാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് കണക്കില്ല. ഞങ്ങൾ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വന്ന് വീണ്ടും പോകണമെന്ന് പറഞ്ഞാൽ പോകണം. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സാറേ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ഒരു രാജ്യം എത്ര തന്നെ വികസിച്ചാലും, ഒരു രാജ്യം സാമ്പത്തികമായിട്ടോ ശാസ്ത്ര സാങ്കേതിക രംഗത്തോ എത്ര വികസിച്ചാലും ആ രാജ്യത്തിൻ്റെ പ്രതിരോധ സേനയ്ക്ക് ശക്തിയില്ലെങ്കിൽ അതൊക്കെ തകർന്ന് തരിപ്പിടമാകാൻ ഒരു നിമിഷം മാത്രം മതി എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൽ പലർക്കും അറിയത്തില്ല എന്നെനിക്കറിയാം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷമഘട്ടങ്ങൾ തരണം ചെയ്യാനുള്ള അവസരം നമ്മുടെ കേരളത്തിലുള്ള സൗത്ത് ഇന്ത്യയിലുള്ള ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. എത്തിയിരിക്കുന്നുവെന്ന്. അപ്പോൾ ഇവിടെ മുമ്പ് സംസാരിച്ച എല്ലാവരും തന്നെ സൂചിപ്പിച്ചു ആ 24 വർഷത്തിൻ്റെ കഠിനായി എന്താണ്, മഹത്വം എന്താണ്, അത് കൂടുതലായിട്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ 24 വർഷം എന്ന് പറഞ്ഞാൽ മനോജ് ഏകദേശം ഇവിടുന്ന് ഒരു 18-21 വയസ്സിൻ്റെ ഉള്ളിലായിരിക്കും പട്ടാളത്തിലേക്ക് പോയത്. ഒരു 18-21 വയസ്സ് ഇപ്പോഴത്തെ ജനറേഷനിൽ ജീവിക്കുന്ന കുട്ടികളുടെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. യാതൊരു സമൂഹത്തെപ്പറ്റി ഒരു അറിവും ഇല്ലാത്ത ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നീട് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലം, അതായത് ബാല്യകാലം, കൗമാരകാലം എല്ലാം തന്നെ, അതായത് ജീവിതത്തിൽ സുഖം അനുഭവിക്കേണ്ട ഒരു നല്ല കാലം സ്വന്തം നാടിന് വേണ്ടി അർപ്പിച്ചിട്ട് വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്.